So our next topic is Auditing and Assurance Standards, AAS എന്ന് പറയും. നിങ്ങൾ INT-ASും IFRSും ഒക്കെ കേട്ടിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്? ടു ഹാർമണൈസ് ദ അക്കൗണ്ടിങ് പ്രൊസീജിയർ. അതേപോലെ ഓഡിറ്റിങ്ങിൽ, അതായത് നമുക്കറിയാം, ദ മോർ യു ഫോളോ ദ പ്രിൻസിപ്പിൾസ് ദ മോർ യുവർ ബിസിനസ് വിൽ ബി ഫ്രൂട്ട്ഫുൾ. അതായത് നത്തിങ് ക്യാൻ ഗോ വിത്തൗട്ട് ഫോളോയിങ് ഇറ്റ്സ് ഓൺ principles. So there is no exception of this rules regarding auditing. So an auditor is to follow some principles, guidances and methods during the audit process. So these are known as auditing standards. അപ്പം ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലും കോസ്റ്റിങ്ങിലാണെങ്കിലൊക്കെ ICAI, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇത് സെറ്റപ്പ് ചെയ്യുന്നത് 1949 എന്താണ് അവരുടെ ലക്ഷ്യം? ടു റെഗുലേറ്റ് ദ പ്രൊഫഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇൻ ഇന്ത്യ. ഇനി അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അക്കൗണ്ടൻസി പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി സർവീസസ്, അതായത് വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസോട് കൂടിയിട്ടുള്ള എന്താ പറയുക സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യലും അതിന് ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ICAI നിലവിൽ വന്നത്. സോ ദി ICAI ഡെവലപ്സ് ആൻഡ് promulgates technical standards and other professional literature also. So since its establishment, the institute has taken numerous steps to ensure that its members discharge their duties with due professional care, competence and sincerity. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അക്കൗണ്ടൻസി ഒരു എന്താ പറയുക പ്രൊഫഷണൽ ടച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ICAIക്കുള്ളത്. അപ്പം ഈ എന്താ പറയുക അതിൻ്റെ ഫോർമുലേഷൻ തൊട്ടിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അന്ന് മുതൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പല രീതിയിൽ ഈ അക്കൗണ്ടൻസി പ്രൊഫഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ മെമ്പേഴ്സ് കഷ്ടപ്പെടുകയാണ്. സോ വൺ ഓഫ് ദ സ്റ്റെപ്സ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്. അങ്ങനെ ഈ ICAI സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, AASB എന്ന് പറയും. ആദ്യം ഇതറിയപ്പെട്ടിരുന്നത് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി എന്നായിരുന്നു. അപ്പം ഈ AASB നിലവിൽ വരുന്നത് സെപ്റ്റംബറിലാണ് 1982. ഓക്കെ, അപ്പോൾ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നെന്ന് അറിയാം. അപ്പം ഓർത്തിരിക്കേണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്തിരിക്കുക. ICAI സെറ്റപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ 1982. ഈ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ? ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് ആൻഡ് എമേർജിംഗ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് വേൾഡ് വൈഡ് ആൻഡ് ടു ഫോർമുലേറ്റ് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ജനറൽ ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് ഗൈഡൻസ് നോട്ട്സ് സോ ദാറ്റ് ദീസ് മേ ബി ഇഷ്യൂഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഇതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക, അതായത് സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ, പിന്നെ ജനറൽ ക്ലാരിഫിക്കേഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റിംഗ് ആൻഡ് ഗൈഡൻസ് നോട്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ഈ എന്താ പറയുക, ഈ ഒരു എക്സിസ്റ്റിംഗ് ഓഡിറ്റ് പ്രാക്ടീസസ് എന്താക്കുക എന്നുള്ള നിലനിർത്തുക, അല്ലെങ്കിൽ അതിന് കൂടുതലൊരു ഇത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് കമ്മിറ്റി, ഇപ്പം അങ്ങനെയല്ല പറയുന്നത്, എന്താ പറയുന്നത്? ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് AASBൻ്റെ ഫോർമുലേഷനോട് കൂടിയിട്ട് ദ കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ബീൻ ഇഷ്യൂയിങ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട് കൗൺസിൽ. സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് എന്ന് പറയും. SAPs have been renamed as ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ SAP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രൊസീജിയറാണ് ഇപ്പം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്, AAS എന്നാണ് പറയുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്.
Okay, but these principles apply whenever an independent audit is carried out. ഓക്കെ, അപ്പം എങ്ങനെയാണോ നമ്മൾ അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. So these principles apply whenever an independent audit is carried out. Auditing and assurance standards become mandatory on the date specified in the respective AAS. Okay. Their mandatory status implies that while discharging their attest function, it will be the duty of the members of the institute to ensure that the AAS, അതായത് Auditing and Assurance Standards, are followed in the audit of financial information covered by their audit report. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരിക്കണം. If for any reason a member has not been able to perform an audit in accordance with these standards, his report should draw attention to the material departures therefrom. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാതെയാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ അതെന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്, മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലായല്ലോ. ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? It indicates the evaluation of quality of auditing activities accepted and performed in an organization. Okay, അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഫോളോഡ് ബൈ an auditor appointed to audit to perform its duty very effectively are known as auditing standards. അല്ലെങ്കിൽ നമുക്കൊരു വേറൊരു വിധത്തിൽ പറയാം, എന്താണ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഫോളോഡ് ഡ്യൂറിങ് audit activities with a view to bring the uniformity in world audit are known as auditing standards. ഓക്കെ, അപ്പോൾ എങ്ങനെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഹൗ ആർ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ദ വർക്കിംഗ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതായത് AASB ആണല്ലോ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വർക്കിംഗ് എങ്ങനെയാണ്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് പറയുന്നത് വൈൽ ഫോർമുലേറ്റിംഗ് ദ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് the Auditing and Assurance Standard Board identifies project proposal on the basis of international and national developments, അതേപോലെ ഇൻപുട്സ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദി കൗൺസിൽ ഓഫ് ദി ICAI, അതേമാതിരി AASB മെമ്പേഴ്സ് എക്സെട്ര. അപ്പം ആദ്യം തന്നെ ഈ ബോർഡ് എന്താ ചെയ്യുകയെന്നറിയോ, AASB അക്കൗണ്ടിങ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് ഏതൊക്കെ തരത്തിലുള്ള പ്രൊജക്റ്റ് പ്രൊപ്പോസൽസ് ഉണ്ടാവും എന്നുള്ളത് ഓഡിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊജക്റ്റ് പ്രൊപ്പോസൽസ് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഇൻ്റർനാഷണലും നാഷണൽ ഡെവലപ്മെൻറ്റ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതേപോലെ ഇൻപുട്ട് ഫ്രം മെമ്പേഴ്സ് ഓഫ് കൗൺസിൽ ഓഫ് ICAI, അതേമാതിരി അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് മെമ്പേഴ്സ്, ഇവരുടെ അടുത്ത് നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻപുട്സ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ബേസിൽ AASB, അതായത് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് ഐഡൻറ്റിഫൈസ് പ്രോജക്റ്റ് പ്രൊപ്പോസൽ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് ദ ബോർഡ് ഇസ് നോർമലി അസിസ്റ്റഡ് ബൈ ദ സ്റ്റഡി ഗ്രൂപ്പ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സ്റ്റഡി ഗ്രൂപ്പിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ സ്റ്റഡി ഗ്രൂപ്പാണ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക. ആൻഡ് AASB, അതായത് ഈ ബോർഡ് അപ്പോയിൻറ്റ് വൺ ഓഫ് ദി പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് ആസ് കൺവീനർ ആൻഡ് ദ കൺവീനർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാൻ, ആൻഡ് എ ബോർഡ് നോമിനേറ്റ് അതർ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ ഉണ്ടാവും, കൺവീനർ ഉണ്ടാവും, അതേപോലെ ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് ബോർഡ് തന്നെയാണ് കേട്ടോ, ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ദ പ്രിലിമിനറി ഡ്രാഫ്റ്റ്, ദേ പ്രിപ്പയർ ദ പ്രിലിമിനറി ഡ്രാഫ്റ്റ്, അതായത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് വെക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ പ്രിപ്പയർ എ പ്രിലിമിനറി ഡ്രാഫ്റ്റ് given by the study group along with issue papers is sent to the chairman and ASB for approval, and approved draft is hosted on the website of board. അതായത് ഈ സ്റ്റഡി ഗ്രൂപ്പ് പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആർക്ക് സെൻഡ് ചെയ്യും? ചെയർമാന് സെൻഡ് ചെയ്യും. ചെയർമാൻ അത് അപ്രൂവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അപ്രൂവ്ഡ് ഡ്രാഫ്റ്റ് ഈ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും, AASBൻ്റെ. ഓക്കെ, അങ്ങനെ AASB അറ്റ് ഇറ്റ്സ് മീറ്റിംഗ് കൺസിഡേഴ്സ് ദ പ്രിലിമിനറി ഡ്രാഫ്റ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് പ്രിപ്പയർഡ് ബൈ ദി സ്റ്റഡി ഗ്രൂപ്പ്. അങ്ങനെ എന്ത് ചെയ്യും? ഇവർ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് അതിൻ്റെ പ്രിലിമിനറി ഡ്രാഫ്റ്റൊക്കെ കൺസിഡർ ചെയ്യും. അതായത് ഈ സ്റ്റഡി ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ദേ കോൾ എ മീറ്റിംഗ്. ആരാണ്? ബോർഡ്. The draft of the proposed standard general clarification statement as modified in the light of deliberation of the board is issued as an exposure draft in the Institute Journal and also hosted on the website of ICAI for public comments. അങ്ങനെ ഈ പ്രപ്പോസ്ഡ് ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഈ പ്രപ്പോസ്ഡ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഈ ബോർഡിൻ്റെ ഇവർ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവുമല്ലോ. ഈ മാറ്റം വരുത്തിയത് അതിനെയാണ് നമ്മൾ എക്സ്പോഷർ ഡ്രാഫ്റ്റ് എന്ന് പറയുക. അത് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ICAIൻ്റെ വെബ്സൈറ്റിലും അതേമാതിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ജേർണലുണ്ട്, അതിലൊക്കെ പബ്ലിഷ് ചെയ്യും, അതിലേക്കൊക്കെ ഇഷ്യൂ ചെയ്യും. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പബ്ലിക് കമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് അതിനെന്തെങ്കിലും കുറ്റോ കുറവോ എന്നുള്ളത് ആരെങ്കിലുമൊക്കെ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ട്. The comments and suggestions received within the exposure period are considered by the board and decisions thereon are recorded in the minutes of the relevant board meeting and also hosted on website of board. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന കമൻസ് സജഷൻസൊക്കെ ഈ ഇത്ര കാലമാണ് അവർ സൈറ്റിലിടുന്നത്, വെബ്സൈറ്റിലിടുന്നത്. അതിനനുസരിച്ചിട്ട് ഡിസിഷൻസൊക്കെ എടുക്കും അവരുടെ മീറ്റിങ്ങിൽ, and it is hosted on the website of the board. But such part of board meetings where at the exposure draft of the proposed standard and the comments thereon are to be discussed in open for public. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്, അതായത് മീറ്റിംഗ് വിളിച്ചിട്ടുമുണ്ട്, അതിൻ്റെ കൂടെ ഈ പബ്ലിക് കമൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അവരെന്ത് ചെയ്യുന്ന പറയുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സജഷന് വെക്കുക, ഒരു ഡിസ്കഷന് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ കമൻസ് റിസീവ്ഡ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രപ്പോസ് സ്റ്റാൻഡേർഡ് ഇസ് ഫൈനലൈസ്ഡ് ബൈ ദ ബോർഡ് ആൻഡ് സബ്മിറ്റഡ് ടു ദി കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ എല്ലാ കമൻസും അങ്ങനെ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഈ സ്റ്റാൻഡേർഡ് ഫൈനലൈസ് ചെയ്യും ബോർഡ്. ആൻഡ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ടു ദി കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. കൗൺസിലിന് സബ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ദ കൗൺസിൽ കൺസിഡേഴ്സ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓർ പ്രൊപ്പോസ്ഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മോഡിഫൈസ് ദ സെയിം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ബോർഡ്. അപ്പം ഈ കൗൺസിലിന് തോന്നുകയാണ് ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വേണം. ഏത് കൗൺസിലാണെന്ന് മനസ്സിലായല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ സമ്മതത്തോടു കൂടി വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തും. ദ സ്റ്റാൻഡേർഡ് ഇസ് ദെൻ ഇഷ്യൂഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദി കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോണത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.